ചെറിയ സിനിമയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ആക്ഷൻ, ക്രൈം, ഡ്രാമ, ത്രില്ലർ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അധികാരത്തിന്റെ ധാർഷ്ട്യവും വിപ്ലവത്തിന്റെ വീര്യവും ഏറ്റുമുട്ടിയ ഒരിടത്താണ് ഈ കഥ തുടങ്ങുന്നത്. ഫ്രഞ്ച് 75 എന്ന വിപ്ലവ സംഘത്തിന്റെ നേതാവായ പെർഫിഡിയെയും അവളുടെ കാമുകൻ പാറ്റും ക്രൂരനായ ക്യാപ്റ്റൻ ലോക്ജോ എന്ന ഉദ്യോഗസ്ഥനെതിരെ പോരാടുകയായിരുന്നു. ഒരിക്കൽ ലോക്ജോ പെർഫിഡിയയെ പിടികൂടി. തന്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ വിപ്ലവ സംഘത്തെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. ഗത്യന്തരമില്ലാതെ അവൾക്ക് വഴങ്ങേണ്ടി വന്നു. ആ ബന്ധത്തിൽ പെർഫിഡിയ ഗർഭിണിയായി. എന്നാൽ പാറ്റ് വിശ്വസിച്ചത് അത് തന്റെ കുഞ്ഞാണെന്നാണ്. ആ വലിയ രഹസ്യം ഉള്ളിലൊതുക്കി പെർഫിഡിയ ആ കുഞ്ഞിനെ, വില്ലയെ, പാറ്റിനെ ഏൽപ്പിച്ചു. ഇവളെ ആരും കാണാതെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി വളർത്തണം എന്നു പറഞ്ഞ് കണ്ണുനീരോടെ അവൾ അവരെ യാത്രയാക്കി. വർഷങ്ങൾ കടന്നുപോയി. പാറ്റ് വില്ലയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച് കരാട്ടയൊക്കെ പഠിപ്പിച്ച് മിടുക്കിയാക്കി വളർത്തി. എന്നാൽ പഴയ ശത്രുവായ ലോക്ജോ ഒടുവിൽ അവരെ കണ്ടെത്തി. വില്ലയെയും പാറ്റിനെയും വകവരുത്തുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. ഇതിനിടയിൽ അപ്രതീക്ഷിതമായ മറ്റൊരു നീക്കം നടക്കുന്നുണ്ടായിരുന്നു. ലോക്ജോ വിശ്വസിച്ചിരുന്ന വംശീയതയിലൂന്നിയ ക്രിസ്മസ് അഡ്വഞ്ചറേഴ്സ് എന്ന രഹസ്യ സംഘടനയുടെ തലവനായ വിർജിൽ ത്രോക്മോട്ടൻ ഒരു സത്യം തിരിച്ചറിഞ്ഞു. തങ്ങളുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായി ലോക്ജോയ്ക്ക് മറ്റൊരു വംശത്തിൽപ്പെട്ട പെർഫിഡിയയിൽ ഒരു മകളുണ്ടെന്ന കാര്യം വിർജിലിനെ ചൊടിപ്പിച്ചു. ഇത് സംഘടനയോടുള്ള വഞ്ചനയാണെന്ന് പ്രഖ്യാപിച്ച വിർജിൽ ലോക്ജോയെ വകവരുത്താൻ തന്റെ വിശ്വസ്തനായ ടിം സ്മിത്തിനെ അയച്ചു. ഇതൊന്നും അറിയാതെ ലോക്ജോ വില്ലയെ പിടികൂടിയിരുന്നു. അവൾ തന്റെ മകളാണോ എന്നുറപ്പിക്കാൻ അവനൊരു DNA ടെസ്റ്റ് നടത്തി. ഫലം വന്നപ്പോൾ വില്ല തകർന്നുപോയി. താൻ ഏറ്റവുമധികം വെറുക്കുന്ന, തന്നെ വേട്ടയാടുന്ന ആ ക്രൂരനായ മനുഷ്യൻ തന്നെയാണ് തന്റെ യഥാർത്ഥ അച്ഛൻ എന്ന സത്യം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സത്യമറിഞ്ഞ ലോക്ജോ വില്ലയെ കൊലപ്പെടുത്താനായി അവാൻറ്റി ക്യൂ എന്ന ഒരു ബൗണ്ടി ഹണ്ടറെ ഏൽപ്പിച്ചു. എന്നാൽ അവാൻറ്റി ക്യൂവിന് ഒരു തത്വമുണ്ടായിരുന്നു: കുട്ടികളെ ഉപദ്രവിക്കില്ല എന്ന്. വില്ലയെ കൊല്ലാൻ വിസമ്മതിച്ച അയാൾ കൂടെയുണ്ടായിരുന്ന ലോക്ജോയുടെ ഗുണ്ടകളെ മുഴുവൻ വെടിവെച്ചിട്ടു. വില്ലയെ രക്ഷിക്കാനുള്ള ആ ശ്രമത്തിനിടയിൽ അവാൻറ്റി ക്യൂവിന് ജീവൻ നഷ്ടമായി. തന്റെ ജീവൻ രക്ഷിക്കാൻ ബലിയാടായ ആ മനുഷ്യന്റെ വാഹനമെടുത്ത് വില്ല അവിടെ നിന്നും രക്ഷപ്പെട്ടു. വില്ലയെ അന്വേഷിച്ചു പോയ ലോക്ജോയ്ക്ക് പക്ഷേ മറ്റൊരു വിധിയാണ് കാത്തിരുന്നത്. വിർജിൽ അയച്ച ടിം സ്മിത്ത് അവനെ പിന്തുടർന്നുകയും അവന്റെ മുഖത്തേക്ക് വെടിവെക്കുകയും ചെയ്തു. വെടിയേറ്റ് നിയന്ത്രണം വിട്ട ലോക്ജോയുടെ വാഹനം മറിഞ്ഞു. അവൻ മരിച്ചു എന്ന് കരുതി ടിം സ്മിത്ത് വില്ലയ്ക്ക് നേരെ തിരിഞ്ഞു. എന്നാൽ വില്ല ടിം സ്മിത്തിനെ നേരിട്ടു. ഒടുവിൽ അവൾ അവനെ വെടിവെച്ചു വീഴ്ത്തി അവിടെ നിന്നും രക്ഷപ്പെട്ടു. എല്ലാവരും ലോക്ജോ മരിച്ചു എന്നാണ് കരുതിയത്. എന്നാൽ മുഖം വികൃതമെങ്കിലും അവൻ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. സഹായത്തിനായി അവൻ സ്വന്തം സംഘടനയോടടുത്തേക്ക്, വിർജിലിന്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. താൻ തിരിച്ചെത്തിയെന്ന അഹങ്കാരത്തോടെ അവൻ പറഞ്ഞു. അവനൊരു പുതിയ പദവി നൽകുകയാണെന്ന വ്യാജേന അവർ അവനെ ഒരു മുറിയിൽ കയറ്റി. എന്നാൽ അതൊരു കെണിയായിരുന്നു. സ്വന്തം സംഘടനയെ വഞ്ചിച്ചതിനുള്ള ശിക്ഷയായി ആ മുറിയിൽ അവർ വിഷവാതകം നിറച്ചു. സ്വന്തം അച്ഛനെന്ന് തെളിഞ്ഞ ലോക്ജോ ഒടുവിൽ തന്നെ ശ്വാസം മുട്ടി മരിച്ചു. തെളിവ് അവശേഷിക്കാതിരിക്കാൻ അവർ അവന്റെ ശരീരം ഒരു തീച്ചൂളയിൽ, ഫർണസിൽ എരിച്ചുകളഞ്ഞു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പാറ്റ് നൽകിയ സ്നേഹമാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞ വില്ല തന്റെ അമ്മയുടെ വിപ്ലവപാത പിന്തുടരാൻ തീരുമാനിച്ചു. പാറ്റിനോട് യാത്ര പറഞ്ഞ് അമ്മ തെളിച്ച പാതയിലൂടെ പുതിയൊരു പോരാട്ടത്തിനായി വില്ല നടന്നകന്നു. മറ്റൊരു ചിത്രവുമായി വീണ്ടും കാണാം. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ